വെള്ളാപ്പള്ളി നടേശനെ SNDPയിൽ നിന്ന് പുറത്താക്കാൻ കേരളത്തിലെ സമുദായ പ്രവർത്തകന്മാർക്ക് സാധിക്കുമോ എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും വർക്കലയിൽ വെച്ച് കൂടിക്കണ്ടതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ സ്വന്തം സമുദായ സംഘടനയെ ഇത്രമേൽ അപമതിപ്പോടുകൂടി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു SNDP യോഗം ജനറൽ സെക്രട്ടറിയെ നമുക്ക് ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു നിലപാട് തറയിൽ ഉറച്ചു നിൽക്കാതെ ഒരു സമുദായ സംഘടനയെ മൊത്തം ഹൈജാക്ക് ചെയ്ത് കൂടെ നിർത്തി ആ സമുദായത്തെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഒരു വിലയും നിലയും ഇല്ലാത്ത ആളുകളാക്കി മാറ്റുന്ന രീതിയിലേക്കാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചു, പിന്നീട് മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചു. ഇപ്പോൾ പറയുന്നു മുസ്ലിം സമുദായത്തെയും മലപ്പുറത്തെയുമല്ല മുസ്ലിം ലീഗിനെയാണ് താൻ അധിക്ഷേപിച്ചത്. അതവരുടെ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയോടുള്ള തൻ്റെ വിരോധമാണ് എന്ന് സൂചിപ്പിച്ചു. മറ്റൊരു ഭാഗത്ത് അദ്ദേഹം ദീർഘകാലമായി പറഞ്ഞിരുന്ന ഒരു കാര്യം, BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് തൻ്റെ മകൻ ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അതിന് SNDPയുമായി യാതൊരു ബന്ധവുമില്ല, SNDP ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി അങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. പക്ഷെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആസകലം ഏറ്റവും ചെറിയ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം പോലും മത്സരിക്കാൻ കഴിയാത്തത്ര ഗതികേടിലേക്ക് BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൂപ്പുകുത്തി. കേരളത്തിലെ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് എസിന് പോലും കിട്ടിയ അത്ര സീറ്റ് പോലും BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കിട്ടിയില്ല. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് കേരളത്തിലെ സവർണർ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് നൽകുന്നില്ല, അതുകൊണ്ട് മുന്നണി മാറ്റം ഇപ്പോൾ തങ്ങളുടെ ചർച്ചയിലാണ് എന്ന് പറഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളിയിൽ നിന്ന് BDJSന്റെ സർവാധികാരവും താൻ തന്നെ കൈക്കലാക്കിയിരിക്കുന്നു എന്ന് വെള്ളാപ്പള്ളി ഈ സമൂഹത്തോട് കൃത്യമായി പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറയുന്നു. അതേ നാണയത്തിൻ്റെ മറ്റൊരു വശത്ത് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഈഴവ സമുദായത്തിൻ്റെ പ്രാതിനിധ്യവും പരിഗണനയും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു സാമുദായിക നേതാവ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടിയിരുന്നത്? ഡോക്ടർ പൽപുവിനെ പോലെ, കുമാരനാശാനെ പോലെ, ഗോപിനാഥൻ വക്കീലിനെ പോലെ പ്രഗത്ഭമതികളായ ആളുകൾ നായകത്വം നൽകിയ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് ശിരവാകിയ ഒരു മഹത്തായ സാമുദായിക സംഘടനയുടെ തലപ്പത്തിരുന്ന് പിച്ചും പേയും പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് ഈ സമുദായത്തിലെ മറ്റാളുകളെ സംബന്ധിച്ച്, അതിൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ച്, സമുദായ അംഗങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്യാനുള്ള ഏക കാര്യം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി ഈ സ്ഥാനത്ത് നിന്ന് എത്രയും പെട്ടെന്ന് പിടിച്ചു പുറത്താക്കുക എന്നുള്ളതാണ്. ശ്രീ ഗോകുലം ഗോപാലിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പണവും അധികാരവും സ്വാധീനവും എല്ലാം ഉപയോഗിച്ച ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളിയെ പുറത്താക്കാൻ ശ്രമിച്ചുവെങ്കിലും അന്ന് അതിന് സാധിച്ചില്ല. പക്ഷേ ഇന്ന് അതിന് സാധിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത്രമേൽ ഒരു സമുദായ സംഘടനയെ നശിപ്പിച്ച് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ജീർണിച്ച ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നതിൽ വെള്ളാപ്പള്ളി വഹിക്കുന്ന പങ്ക് വലുതാണ്. ഈ മനുഷ്യനെ പിടിച്ചു പുറത്താക്കുക എന്നുള്ളതാണ് SNDPയെ സംബന്ധിച്ച് ഏറ്റവും കരണീയമായിട്ടുള്ള ഒരു ഘടകം.